രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ സ്നേഹിക്കുന്നു, അതെ വിവാഹം ചെയ്യുന്നു, ഒളിച്ചോട്ടം തന്നെ പറയാം അല്ലേ? അതെ തീർച്ചയായിട്ടും ഒളിച്ചോടി തന്നെയാണ്. ഒരു മികച്ച സംവിധായകൻ. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും സംവിധാനമല്ലാതെ പണം കൊണ്ടോ വീട് കൊണ്ടോ നേടിയോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? സമ്പത്തും കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. ഞങ്ങള് ഭാര്യ, നല്ല 2 കുഞ്ഞുങ്ങൾ, ഇത് മാത്രമായിരുന്നു ആദ്യത്തിന് ഉണ്ടായിരുന്നത്. ഈ പ്രണയവിവാഹത്തിലോട്ട് തുടക്കം കുറിക്കുന്നത് എങ്ങനെയായിരുന്നു? ആരായിരുന്നു? ചേട്ടൻ എനിക്കൊരു 17-18 വയസ്സുള്ള സമയത്ത് ഒരു തമിഴ് സിനിമ ചെയ്യാനിരുന്നു. അതില് എന്റെ അനിയത്തിയെ നായികയായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഫോട്ടോഷൂട്ടിന് പോയിരുന്നു. അപ്പൊ ചേട്ടന്റെ മനസ്സിൽ അന്ന് മുതൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ എന്നെ കണ്ടു, പരിചയമായി, ഞങ്ങളത് പ്രണയത്തിലേക്ക് കൈമാറി. അന്ന് ഈ സീരിയലുകളൊക്കെ ചെയ്ത് മികച്ചൊരു സംവിധായകനായിരുന്നു ആദിത്യൻ? അന്ന് ചെയ്തിരുന്നില്ല. അന്ന് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന സിനിമയിൽ. അതിനുശേഷമാണ് ഡയറക്റ്റ് ഒരു സിനിമയിലേക്ക്, തമിഴ് സിനിമ തന്നെയാണ്. അത് ജസ്റ്റ് എന്തോ ഒരു കാരണം കൊണ്ട് അത് നടന്നില്ല. ഈ ആദിത്യന് പെൺകുട്ടിയായ രോണുവിനെ ഹിന്ദുമതത്തിൽ നിന്ന് കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ വീട്ടിലൊരു ക്ലാഷ് വന്നപ്പോഴാണ്, ഒളിച്ചോട്ടത്തിനൊരു അവസ്ഥ വന്നപ്പോഴായിരുന്നു. ഒളിച്ചോട്ടത്തിന് അവസ്ഥ ഒന്നും വീട്ടിൽ ഞാൻ ഈ പ്രണയം പറഞ്ഞിരുന്നില്ല. പക്ഷെ വീട്ടില് കല്യാണാലോചന വന്നപ്പോഴത്തേക്കും, രോണുവിന്റെ വീട്ടിൽ, എന്റെ വീട്ടിൽ കല്യാണാലോചന വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ എന്റെ സ്വന്തം തീരുമാനത്തില് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ തീരുമാനം എപ്പോഴെങ്കിലും തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ രോണു? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. കാരണം പിന്നീട് എന്റെ വീട്ടുകാർക്ക് എന്നെക്കാളും കൂടുതൽ ഇഷ്ടം എന്റെ ചേട്ടനെയായിരുന്നു. ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, തുടക്ക സമയത്ത് എല്ലാ സെറ്റിലും ആദിത്യനും രോണു സന്തോഷകരമായി പോകുന്നു, സന്തോഷകരമായി ജീവിതം ചെലവഴിക്കുന്നു. പിന്നീട് രോണുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു? അതെ, ഞാൻ എല്ലാ സെറ്റിലും പോയിരുന്നു. ഒരു സീരിയൽ സെറ്റില് ചേട്ടൻ കോൺട്രാക്ടറായിട്ട് എടുത്ത് വർക്ക് ചെയ്തിരുന്നു, പ്രൊഡ്യൂസർ ലെവലില്. അതിന് ഫുഡ് പോലും എനിക്ക് വീട്ടിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. 3 നേരം വീട്ടിൽ ചേട്ടൻ ലൊക്കേഷനിൽ ഫുഡ് കൊടുത്തു വിടും. അങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു വർഷം അങ്ങനെ പോയി. അടുത്ത വർക്ക് പോയി, എല്ലാ സെറ്റിലും പോകും. നമ്മള് ഇടയ്ക്ക് വല്ലപ്പോഴും ടൂറിന് പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടേതായ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കുടുംബത്തിലുള്ളതുപോലെ തീർച്ചയായിട്ടും അത് ചിലവരത് മുതലെടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഞങ്ങൾക്ക് അതിനിടയ്ക്ക് ഒരു വലിയ പ്രശ്നം വന്നു തുടങ്ങി. അങ്ങനെയാണ് കുറച്ച് എനിക്കും കുറച്ച് ശത്രുക്കളായി പോയത്. അത് ചേട്ടൻ്റെ ഒരു സൗഹൃദം വെച്ചിട്ട്, ചേട്ടൻ കുറച്ച് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി. ആ സഹായം ഒരു സ്ത്രീ മുഖേനയാണ് തുടങ്ങിയതും. അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്കൊരു തുടക്കം തന്നെ എന്ന് പറയാം. അതായത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു. ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ലേഡി ആയിരുന്നു, ബിഗ് ബോസ് താരമായിരുന്നു. പേര് പറയാം, അറിയായിരിക്കും. വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ. ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. കുറച്ചുനാൾ മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും രോണു ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് രോണു ഈ തറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? കാരണം അതിന്റെ ഇടയിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് ഭാര്യ ഭർത്താവും കുറച്ച് എന്താ പറയുക, കുറച്ച് ആ ഒരു സൗഹൃദത്തിന് നമുക്ക് ഇഷ്ടപ്പെടില്ല. അതിന്റെ പേര് ഭാര്യ നമ്മൾ വഴക്കുണ്ടാക്കും. അത് എനിക്കതിന് കറക്റ്റ് അറിയില്ല പറയാൻ. അതിന്റെ പേര് വഴക്ക് തുടങ്ങി. എനിക്ക് അതിനെ പറ്റി കുറച്ചാൽ മാറി നിൽക്കേണ്ടി വന്നു. എനിക്ക് ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു. അന്ന് സാന്ത്വനം സീരിയൽ നടക്കുന്ന സമയമാണ്. ലൊക്കേഷനിൽ ചെന്നപ്പോഴും അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും എനിക്ക് കംപ്ലീറ്റ് അതിലൂടെ എനിക്കും പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. എനിക്കും കുറച്ച് ആൾക്കാർ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ പ്രശ്നക്കാരിയായി മാറി പലയിടത്തും. മറ്റുള്ളവരുടെ കണ്ണിൽ രോണു പ്രശ്നക്കാരിയായി മാറാനുള്ള സാഹചര്യം എന്തായിരുന്നു? ചേട്ടന്റെ കുറച്ച് സൗഹൃദങ്ങളുണ്ട്, ഈ ഫീൽഡിൽ തന്നെ ഉള്ള ചില സൗഹൃദങ്ങൾ. അവരോട് പോയി ഷെയർ ചെയ്യും, ഫാമിലി പ്രോബ്ലംസ് ഷെയർ ചെയ്തു. അതിന്റെ ഇടയിൽ എനിക്കും ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട്. ഒരു ദേഷ്യക്കാരിയായിരുന്നു. ഭർത്താവിനെ അത്രമേൽ ഓവർ സ്നേഹമായി. ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണ്, എക്സ്ട്രീം ലെവൽ സ്നേഹവും ദേഷ്യവും അങ്ങനെ തന്നെ, കരച്ചിലും അങ്ങനെ തന്നെ. അങ്ങനെ വന്നപ്പോൾ ചേട്ടന്റെ കൂട്ടുകാരോട് ചേട്ടൻ ഇത് ഷെയർ ചെയ്യുകയും അത് പിന്നീട് അവരെ എന്നെ ആ കണ്ണുകൊണ്ട് കണ്ടു. കാരണം ഹസ്ബൻഡിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കൊരു ലേബൽ ആദ്യമേ ഉണ്ടാക്കി കിട്ടി. ഈ ആദിത്യൻ എന്ന മികച്ച സംവിധായകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടോ? അന്ന് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഈ നെഞ്ചരിച്ചിൽ വരാറുണ്ട്, അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ പല രാത്രികളിലും ചേട്ടൻ എഴുന്നേറ്റ് നെഞ്ചുവേദന വന്ന ഒരു കുപ്പി ജലൂസിൻ വരെ കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി എഴുന്നേറ്റ് ഛർദ്ദിച്ചിട്ട്
ബെഡിൽ നിന്ന് തന്നെ ഛർദ്ദിച്ച് ബാത്റൂമിൽ പോയി വീണ് കിടക്കുമ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നത്തെ ദിവസം ചേട്ടൻ, ഞാൻ അടുത്തുണ്ടെങ്കിലും ചേട്ടൻ നെഞ്ചുവേദന വന്നെന്നെ വിളിച്ചു. അപ്പൊ എനിക്കറിയാം നോർമലി ഇത് സ്വാഭാവികമായി വരുന്ന നെഞ്ചുവേദനയാ. ആ സമയത്ത് ഒരുമിച്ചായിരുന്നോ നിങ്ങൾ? അന്നൊരു ചെറിയ പിണക്കത്തിൽ ഞാൻ പുറത്തെ റൂമിൽ മാറിക്കിടന്നു പോയി. പിണക്ക് ആദ്യമായിട്ടാണ്. അതില് ചേട്ടൻ എന്നെ ഒന്ന് വിളിച്ചു. ചേട്ടൻ ഇല്ല, ചൂടുവെള്ളം എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. അപ്പം വെള്ളം എടുക്കുന്ന സമയത്ത് മുറിയിന്ന് ഒരു 3 കൃഷ്ണ കൃഷ്ണ ഒരു വിളി മാത്രം ഞാൻ കേട്ടോളൂ. ഞാൻ ഓടി വന്നു. പെട്ടെന്ന് കൃഷ്ണമണിയൊക്കെ മേളിലിരിക്കുക. ഞാൻ വിചാരിച്ച് BP എങ്ങാണ്ട് ലോ ആയിപ്പോ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ചേട്ടാ എഴുന്നേക്ക്, എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. മോൻ അപ്പോഴത്തേക്ക് ഉണർന്നു. ഞാൻ പറഞ്ഞു, മോനെ അച്ഛനെ ഒന്ന് പിടിക്ക്, മോന് ഡ്രസ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ ഞാൻ എനിക്ക് വെയിറ്റ്. അപ്പൊ മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഒന്ന് പിടിക്കെന്ന് പറഞ്ഞു. മോൻ ഞാൻ ചേട്ടൻ ഇങ്ങനെ കട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ചേട്ടൻ ചാരി ടീഷർട്ട് ഇട്ട് ചേട്ടൻ മോൻ ഇങ്ങനെ പിടിച്ചോണ്ട് ചേട്ടൻ 2 ഫ്രണ്ട്സ് വന്നു. ഈ ഫ്രണ്ട്സിനെ വിളിച്ചത് എപ്പോഴാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു വലിയ ഇതായിപ്പോയി. ചേട്ടന് വേദന വന്നപ്പോ ചേട്ടാ അടുത്തുള്ള ഭാര്യയെ വിളിച്ചില്ല, ഈ ഫ്രണ്ട്സിനെ വിളിച്ചു. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, സ്വന്തം ഭാര്യ ഇപ്പുറത്ത് കിടന്നിട്ട് ഭാര്യയെ വിളിക്കാതെ ഫ്രണ്ട്സിനെ വിളിക്കണമെങ്കിൽ അത്രമേലുള്ള പിണക്കം എന്തായിരുന്നു രോണു? ഒരു കുടുംബത്തിൽ സ്വാഭാവികമായിട്ടൊരു ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിൽ പ്രശ്നങ്ങൾ വരും, ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തൊരു കുടുംബവും ഇല്ല. ഒരു ഇണക്കവും പിണക്കവും ഒക്കെ സംഭവിക്കാം. പക്ഷേ അത്രയും വേദന വന്നിട്ടും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഭാര്യയെ വിളിക്കാതെ സൗഹൃദങ്ങളെ വിളിക്കണമെങ്കിൽ അത്രമേലൊരു പ്രശ്നം ആയത്തിനുണ്ടായിരുന്നു കാണത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് ചേട്ടൻ്റെ മരണശേഷമാണ് അതിന്റെ കാര്യം. ഓക്കെ, അങ്ങനെ സൗഹൃദങ്ങൾ വരുന്നു. സാമ്പത്തികമായിട്ട് അവരെ രക്ഷിക്കുന്നു. സാമ്പത്തികമായി അതിനനുസരിച്ചുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അന്നത്തെ ദിവസം നടന്നതുപോലും. പക്ഷെ പുറത്തൊക്കെ ഞാനാണ് എന്താ പറയാ, അത് 2 കാറുണ്ട്, കാറ് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ഞാൻ മൈൻഡ് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് ആ ചേട്ടൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നപ്പോ പട്ടിയും കുറിച്ചു. വീട്ടിൽ പട്ടിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ആരാ വന്നേന്ന് നോക്ക്, എത്ര പെട്ടെന്ന് ആരാ വന്നേന്ന് ചോദിച്ചപ്പോ ചേട്ടൻ 2 ഫ്രണ്ട്സ് വന്നു. ചേട്ടൻ സ്റ്റുഡിയോയിലുള്ള 2 ഫ്രണ്ട്സ്. അപ്പം ഈ ബാലൻസ് വിട്ട് ചേട്ടൻ ഫ്രണ്ടിലോട്ട് മറിഞ്ഞു. ഇവര് കാണുന്നത് ഫ്രണ്ടിൽ മറിഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യാതിട്ടേക്കുന്നത്. അത് എനിക്കൊരു നെഗറ്റീവ്. സാക്ഷികളൊന്നും എന്റെ മകനാണ് എന്റെ സാക്ഷി. അവര് വന്നിട്ട് ഈ നമ്മളൊരാൾ താങ്ങി നിർത്തുമ്പോ ഒരു ബലം പിടുമ്പോഴത്തേക്കും ഒന്ന് മുമ്പോട്ടും മറിയില്ലേ? ഈ മുമ്പോട്ട് മറിഞ്ഞതും അവര് വന്നതും ഒരേ കണക്കാ. അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതിനുശേഷം അവര് 4 പേരുണ്ടായിരുന്നു. ചേട്ടനെ ഒക്കെ എടുത്ത് കാറിൽ കൊണ്ടുപോയി. പിന്നീട് വന്നത് ആദ്യത്തിന്റെ കാറിൽ കയറ്റിയപ്പോ ഭാര്യ വരാൻ മടിച്ചു. ഞാൻ 2 കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുക, ഞാൻ ഇവരുടെ കൂടെ കയറി ഇരുന്നില്ല. ഇതെല്ലാം നെഗറ്റീവ്.